ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. ഞാൻ ഉണ്ടാക്കുന്നത് നല്ല ഒരു ഉള്ളിക്കറിയാണ്. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഒരു ഉള്ളിക്കറിയുടെ റെസിപ്പിയാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. 2 ദിവസം വരെയൊക്കെ ഈ കറി ചീത്തയാകാതെ ഇരിക്കും. ഫ്രിഡ്ജിലൊന്നും വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യമായിട്ട് നമുക്കൊരു ചട്ടി ചൂടാക്കാം. ഒരു മൺചട്ടി ചൂടാക്കാം. അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ നാടൻ കറികളൊക്കെ ഉണ്ടാക്കുമ്പോൾ മൺചട്ടിയാണ് വളരെ നല്ലത്. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് കടുകിട്ട് പൊട്ടിക്കാം. 2 വറ്റൽമുളക് കൂടി ഞാൻ ഇടുന്നുണ്ട്. അതിനുശേഷം 2 സവോള എടുത്തിട്ടുണ്ട്. 2 സവോളയും പച്ചമുളകും എടുത്തിട്ടുണ്ട്. 2 സവോള മാത്രം മതിയാകും. നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ട് സവോളയുടെ എണ്ണം കൂട്ടേണ്ടതാണ്. ഞാനിവിടെ ഒരു 2 വലിയ സവോളയാണ് എടുത്തിരുന്നത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് ഒരു 3 പച്ചമുളകും എടുത്തിട്ടുണ്ട്. പച്ചമുളകൊക്കെ നമ്മളുടെ എരിവിന് ആവശ്യത്തിന് വേണം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട്. ഞാനൊരു 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇതും കൂടി നമുക്ക് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. നമുക്കിത് മൂടി വെച്ച് വേവിക്കാം. ഒരു 5 മിനിറ്റ് കഴിയുമ്പോൾ ഓപ്പൺ ചെയ്ത് നോക്കാം. ഒരുപാടിട്ട് ഇളക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമുക്കിത് ഓപ്പൺ ചെയ്യാം. നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഉപ്പ് ഇട്ട് കൊടുക്കുമ്പോൾ ആ സവോളയുടെ കളറൊക്കെ ഒന്ന് മാറി പെട്ടെന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതും കൂടി ഇട്ട് നല്ല ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ല ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് വീണ്ടും ഇത് മൂടി വെക്കാം. എപ്പോഴും ഇട്ട് ഇളക്കേണ്ട ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞു. കാരണം സവോളയുടെ വെള്ളത്തിൽ കിടന്ന് അത് വെന്തുകൊള്ളും. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതിയാകും. ഇപ്പോൾ നമ്മളുടെ സവോളയുടെ കളറൊക്കെ ഒന്ന് മാറി ഒരു ചെറിയ ബ്രൗൺ നിറമായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പില കൂടി ആഡ് ചെയ്യാവുന്നതാണ്. ഏത് കറിക്കും കറിവേപ്പില ഇടുമ്പോൾ ഒരു പ്രത്യേക മണമുണ്ടാകും. രുചിയും ഗുണവും ഉണ്ടാകും കറിവേപ്പില ആഡ് ചെയ്യുമ്പോൾ. അതും കൂടി ആഡ് ചെയ്യാം. നമ്മളുടെ സവോളയെല്ലാം നല്ല ഒന്ന് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. 2 ടീസ്പൂൺ മുളക് പൊടിയും 1 ടീസ്പൂൺ മല്ലിപ്പൊടിയുമാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. മല്ലിപ്പൊടി കുറച്ച് ചേർത്താൽ മതിയാകും. മുളക് പൊടിയാണ് കൂടുതൽ വേണ്ടത്. ഇത് കൂടി നല്ല ഒന്ന് മിക്സ് ചെയ്ത് നമുക്ക് പച്ചമണം മാറുന്നത് വരെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റി ഒന്ന് കൂടി എടുക്കാം. ഇതെല്ലാം ഒന്ന് നല്ല മൂത്ത് വന്ന് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് പുളിവെള്ളം കൂടി ചേർക്കണം. ഞാൻ ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി എടുത്തിട്ടുണ്ട്. അത് നല്ല വെള്ളത്തിൽ പിഴിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുകൂടി നല്ല ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. വെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്കിനി വേണ്ടത് ഉലുവാപ്പൊടിയാണ്. ഒരു 1/4 ടീസ്പൂൺ ഉലുവാപ്പൊടിയും കുറച്ച് കായപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇതും കൂടി നല്ല ഒന്ന് ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കൊരു 3 മിനിറ്റ് നേരം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഒരു 3 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ഒരു കറിയുടെ റെസിപ്പിയാണ്. ചോറിന് വേറെ ഒരു കറികളുടെയും ആവശ്യമില്ല. ഈ കറി മാത്രം മതിയാകും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫീഡ്ബാക്ക് അറിയിക്കുകയും വേണം. താങ്ക്സ് ഫോർ വാച്ചിങ്.